നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വിക്ടർ ഗ്യോക്കറസിനെ ആരാധകരുടെ മുന്നിൽ അവതരിപ്പിച്ചു ആഴ്സണൽ. സിംഗപ്പൂർ നാഷണൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിലേക്ക് 14 നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം എത്തി. ആരാധകരുടെ സ്നേഹാശംസകൾ, അഭിവാദ്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു. പുതിയ സൈനിങ് ആയ താരത്തെ ആരാധകരുടെ മുന്നിൽ ഒഫീഷ്യലി സിംഗപ്പൂരിൽ വെച്ച് ആഴ്സണൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം നടന്ന പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം 3-2 ആഴ്സണൽ ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. ആഴ്സണലിന് വേണ്ടി മെറിനോയും ഒഡേഗാർഡുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോൾ മർഫിയുടെ ഓൺ ഗോളായിരുന്നു. മറുഭാഗത്ത് എലാങ്കയും മർഫിയുമാണ് ന്യൂകാസിലിൻ്റെ ഗോളുകൾ നേടിയത്. ഇതൊരു പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം, അത്രയേ പ്രാധാന്യമുള്ളൂ റിസൾട്ടിനൊക്കെ. പിന്നെ ഇഷ്ടം പോലെ സബ്സ്റ്റിറ്റ്യൂഷനും, എല്ലാവർക്കും കുറച്ചൊക്കെ പ്ലെയിൻ ടൈം കൊടുക്കുക പ്രീ സീസണിൽ. അതിനപ്പുറത്തേക്ക് ഇതിനെയൊന്നും താരങ്ങളും ടീമുകളും ഒന്നും കാണുന്നില്ല. എങ്കിൽ പോലും ആദ്യ 11 ഗോർഡനും ഒസൂലയും എലാങ്കയുമാണ് ന്യൂകാസിലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ മെറിനയും സുബിമൻഡിയും എൻവനേരിയും ട്രൊസാർഡും ഹവേർട്സും ബുക്കായോ സാക്കയും ഒക്കെ ആഴ്സണലിൻ്റെ ആദ്യ 11 ഉണ്ടായിരുന്നു. കളിയുടെ 6-ാമത്തെ മിനിറ്റിൽ തന്നെ എലാങ്കയിലൂടെ മുന്നിലെത്തിയതാണ് ന്യൂകാസിൽ യുണൈറ്റഡ്. എന്നാൽ 33-ാമത്തെ മിനിറ്റിൽ മെറിനയിലൂടെ ആഴ്സണൽ തിരിച്ചടിച്ചു. പിന്നാലെ മർഫിയുടെ ഓൺ ഗോൾ കൂടി വന്നപ്പോൾ ഇടവേള സമയത്ത് അവർ 2-1 മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നെ ഇരു ടീമിലും നിരവധി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ ഗോളുകളും വന്നു. മർഫി 58-ാമത്തെ മിനിറ്റിൽ ആ ഗോൾ മടക്കി 2-2 സമനില. എന്നാൽ 84-ാമത്തെ മിനിറ്റിൽ ഒഡേഗാർഡിൻ്റെ ഗോൾ വന്നതോടെ ആഴ്സണൽ 3-2 വിജയിച്ച് കയറുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.